ഈ കാണുന്നത് കേട്ടോ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ചീര കൃഷി. ഞാനിവിടെ പ്രധാനമായിട്ട് 3-4 ഇനം ചീരകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. ചീരക്ക് നല്ല വെയിലും വേണം. നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഈ നിറങ്ങളൊക്കെ നല്ല തെളിഞ്ഞ് വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യണത് സുന്ദരിച്ചീരുണ്ട്, നമ്മുടെ പാൽച്ചീരുണ്ട്, പിന്നെ ചുവന്ന ചീരുണ്ട്, മയിൽപ്പീലി ചീരുണ്ട്, പിന്നെ നമ്മളതിൽ പൊന്നാങ്കണ്ണി ചീരുണ്ട്. അപ്പോൾ ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചീര വിത്ത് പാവണ രീതിയും കൂടി ഞാനിതിൽ പറയണ്ട കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ കാണുന്നത് പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ ഞാനത് നട്ടിങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കണം, വെയിലത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഇതിന് കട്ട് ചെയ്ത് നടന രീതിയും കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നടണേന്നുള്ളത്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ തുമ്പ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് നുള്ളിയെടുക്കുക. ഇങ്ങനെ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ നട്ട് കൊടുക്കുക. പിന്നെ നമ്മളിത് ചീരക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ തുമ്പ് എടുക്കണം കേട്ടോ നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. നമ്മിങ്ങനെ തുമ്പ് കട്ട് ചെയ്തിട്ട് നമുക്കിത് നട്ട് കൊടുക്കുക. ഇതിനൊക്കെ ഉണ്ടല്ലോ പ്രത്യേകം നമ്മൾ പരിചരണം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. ഇതിൻ്റെ തലപ്പ് ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഇത് കുത്തി കൊടുക്കുക, രണ്ടാമത് പിടിപ്പിക്കുക. അപ്പോൾ ഞാനവിടെ പിടിപ്പിച്ച് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇത് സ്പ്രെഡാക്കാൻ വേണ്ടി വീണ്ടും നട്ട് കൊടുക്കുക കേട്ടോ. നടുമ്പോൾ തലപ്പ് ഇങ്ങനെ നുള്ളിയെടുത്തിട്ട് നമുക്കിങ്ങനെ ചെറിയ കുഴികളിങ്ങനെ എടുത്തിട്ട് അതിൽ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഗുണത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മറ്റേ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ ജനറേഷന് ഇത് അത്യാവശ്യമാണ്. ഫോണിൻ്റെ ഉപയോഗം മറ്റുള്ള ഉപയോഗമൊക്കെ കൂടുതലതിൻ്റെ പേരിൽ നമുക്കിതെന്തായാലും എല്ലാ വീടുകളും നട്ടുപിടിപ്പിക്കണം നല്ലതായിരിക്കും കേട്ടോ. ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന ചീര വിത്താണ് കേട്ടോ ഞാൻ നടാൻ പോണത്. ഇത് 10 രൂപ എങ്ങാണ്ടുള്ളൂ ഈ വിത്തിന്. ഇത് ചുമന്ന ചീരയുടെ വിത്താണ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് നടേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യത്തിന് നട്ടാൽ മതി. ഇതിപ്പോൾ കണ്ടില്ല കുറേ ഉണ്ട്. നമുക്ക് നട്ട് കഴിഞ്ഞിട്ട് ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളങ്ങളൊക്കെ ചേർത്ത മണ്ണാണ്. വളങ്ങളൊക്കെ ചേർത്ത് അടിവളമൊക്കെ കൊടുത്ത മണ്ണാണ്. അപ്പോൾ അതൊന്ന് നനച്ചിട്ടിട്ടുണ്ട്. അത് നനച്ചതിന് ശേഷം നമ്മൾ ആ കച്ചറ സാധനങ്ങളൊക്കെ മാറ്റിക്കളയുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചീരവിത്ത് പാകി കൊടുക്കാം കേട്ടോ. നമുക്കിത് പാകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ചീരവിത്ത് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്യണം. കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. മണ്ണ് മിക്സ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നേരെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഒരിടത്ത് തന്നെ കൂടി കിടക്കും, അവിടെ കൂടി കടന്ന് മുളക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് എല്ലായിടത്തും വിതറി ഒറ്റയായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മണ്ണ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പാകി കൊടുക്കാം. ഇത് നമുക്ക് നേരെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ, വിതറി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നട്ട് കൊടുക്കണത് ഗ്രോ ബാഗിലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിലത്തായാലും നടാം. ഞാനിവിടെ ഓൾറെഡി ഞാൻ നിലത്ത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നടണത്. പിന്നെ ഇതിൽ നിന്നാകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി നടാലോ കുറേശ്ശെ എടുത്തിട്ട്. നമുക്കിങ്ങനെ പാകി കൊടുത്തതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉറുമ്പ് വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണ്ടേ. വിത്ത് മുകളിലേക്ക് ഇതായി കിടക്കാതിരിക്കുക. ചെറിയ ലെയർ മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് മൂടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് മുള വന്നിട്ടുണ്ടാവും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ മുള ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആയാലും വെക്കാം, കുഴപ്പമില്ല. ഞാനിതിട്ട് വെറുതെ മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നുണ്ട് നമ്മുടെ ചൈനീസ് കേബേജാണ് കേട്ടോ. ഇതും നമ്മളെ തോട്ടത്തിലുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മളെ തോട്ടത്തിൽ പിടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് നല്ലതാണ്, ഇതൊക്കെ തിന്നണത്. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ
വിഷരഹിതമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന പച്ചക്കറികളാണ് കേട്ടോ. ഈ ചീരയൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നമ്മൊന്ന് മെനക്കെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷടിക്കാത്ത പച്ചക്കറി തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ചീര കുറച്ച് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കുറേയൊക്കെ വിത്തിനായിട്ട് മയിൽപ്പീലി ചീരയൊക്കെ നമ്മൾ വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിത് കഴിഞ്ഞാലും നമുക്കിനി വിത്ത് മേടിക്കാൻ നടക്കണ്ടല്ലോ. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് വിത്തിനായിട്ട് ഓരോ സെക്ഷനും നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന മയിൽപ്പീലി ചീരയൊക്കെ ഞാൻ അതിന് വേണ്ടി നിർത്തിയേക്കണതാണ്. ഇപ്പോൾ ഈ കാണുന്ന സുന്ദരി ചീരയും നമുക്ക് വിത്തിന് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ ഇങ്ങനെ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കാണുക കേട്ടോ.